ഹായ് ഓൾ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു റിലീവ് വരുന്നത്. ഇടയ്ക്കൊരു വലിയ ബ്രേക്ക് വന്നിരുന്നു. ഏതായാലും ഇന്ന് ഞാൻ എൻ്റെ ഒരു ഒറ്റയ്ക്കുള്ളൊരു ട്രെയിൻ ജേണി, ഒറ്റയ്ക്കുള്ളൊരു ട്രിപ്പ് അതാണ് കാണിക്കുന്നത്. മറ്റെവിടേക്കല്ല, ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സോ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു പേഴ്സണാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ ടൈം ഒരു 11:45 കാണിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തൊട്ടടുത്ത് ഓപ്പൺ ആയിട്ടുള്ളൊരു സലൂൺ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം അവിടെ പോയിട്ട് ഹെയർ വാഷ് ചെയ്യുകയോ ചെയ്തിരുന്നത്. അതിനുശേഷം ട്രെയിനിന് പിന്നെയും ടൈം ഒരുപാട് ബാലൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മാറിയിട്ടുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് തൃശ്ശൂരിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്, 30 രൂപ ആയിട്ടുള്ളൂ. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. നൈറ്റ് ആയതുകൊണ്ടും തൊണ്ടയ്ക്ക് ചെറിയ വേദന ഉള്ളതുകൊണ്ടും ലാസ്റ്റ് ഐസ്ക്രീം മേടിച്ച് കഴിക്കാനായിട്ട് പറ്റിയില്ല. സോ അവരുടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ കേട്ടോ. അതിൻ്റെ ഒരു വിഷമാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, സ്മിക്കേഴ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോ അതിൻ്റെ ഒരു ബ്രൗണി വരുന്ന ഒരു സ്മിക്കേഴ്സിൻ്റെ പുതിയ വേർഷനായിരുന്നു. സത്യത്തിൽ അതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. പിന്നെ ട്രെയിൻ ഒരു അരമണിക്കൂർ കൂടി ലേറ്റ് കാണിച്ചതുകൊണ്ട് ഒരു അരമണിക്കൂർ കൂടി റെയിൽവേ സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കതൊട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സ്നിക്കേഴ്സ്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ട്രെയിൻ വന്നു, തിക്കും തിരക്കിലാണ് കയറിയത്. സോ എനിക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ ജനറലിലാണ് കയറിയിരുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് കയറിയിരുന്ന സീറ്റൊക്കെ കിട്ടി കേട്ടോ. സീറ്റ് കിട്ടിയിട്ട് ഞാൻ വിൻഡോയുടെ അടുത്ത് തന്നെയാണ് ഇരുന്നതും. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്രെയിനിൻ്റെ മിററിൽ ചെന്നിരുന്ന് കുറേ എസ്തറ്റിക് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ട്രെയിനിൻ്റെ മിററിൽ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ കുറേ വീഡിയോസ് ഇതിൻ്റെ മുന്നിൽ നിന്ന് പട്ടി ഷോ കാണിക്കുന്നതാണ്. ട്രെയിനിൽ ഒട്ടും ആളില്ലാത്തതുകൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒറ്റയ്ക്കുള്ള യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ് ഞാൻ. അപ്പം ഞാൻ കുറേ അധികം ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാതെ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയതും എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ മുടിയൊക്കെ കഴുകിയതും നല്ല സ്പാ ചെയ്തതൊക്കെ വെറുതെ ഇട്ടോ ഗൈസ്. അതൊക്കെ കാറ്റത്ത് പാറി പറന്ന ഒരു ജാതിയായി. പിന്നെ ട്രെയിനിൽ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാനും ഉറങ്ങി. അടുത്തുള്ളവരൊക്കെ ഉറങ്ങി. അപ്പോൾ ഞാനും കിടക്കുകയായിട്ടോ ട്രെയിനിൽ. ഒന്ന് ഉറങ്ങി എനിക്കുമ്പോഴത്തേനും ചെന്നൈ എത്തി. ഒന്ന് ഉറങ്ങി എനിച്ചു എന്ന് പറയുന്നതിൽ ഉപരി 11 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കഴുകി സുന്ദരക്കുട്ടപ്പനാക്കി എൻ്റെ മുടി ഇങ്ങനെ ആയി ഗൈസ്. അങ്ങനെ ചെന്നൈയുടെ ഞാൻ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് എൻ്റെ കസിൻ എത്തിയത്. സോ അവനക്ക് വർക്കിൻ്റെ ഇടയിൽ നിന്ന് എത്താൻ ഇത്തിരി ലേറ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവനെ ഊറ്റിയിട്ട് ഇവിടെ ജീവിക്കും. അപ്പോൾ ഓക്കെ, ബൈ.